ഇല്ല, ഇന്നലെ UDF ജാഥ വയനാട്ടിലായിരുന്നല്ലോ. അപ്പൊ വയനാട്ടിലെ ജനങ്ങളോടാണ് ഈ ഒരു ക്രൂരത കാണിച്ചത്. സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ആരോപണമൊക്കെ മുമ്പ് കോൺഗ്രസ് നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഇത് അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇതൊരു അങ്ങേറ്റത്തെ മനുഷ്യത്വമില്ലായ്മയുടെ പ്രശ്നമുണ്ട്. കാരണം എല്ലാ സംഘടനകളും മുണ്ടക്കൈ ദുരിതാശ്വാസത്തിന് വേണ്ടി ധനസമാഹരണം നടത്തിയവരൊക്കെ അത് ശരിയായി വിനിയോഗിക്കുകയാണ് ചെയ്തത്. സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ചിലർ സ്വന്തം നിലയിൽ അവിടെ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ പൂർണ്ണമായി വഞ്ചിച്ചത് കോൺഗ്രസ് ആണ്. അത് സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിൽ വരുമ്പോൾ സാധാരണ മനുഷ്യരാരും ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് കോൺഗ്രസിൽ നിന്നുണ്ടായി. അത് ശരിക്കും കേരളത്തോട് ഒരു മാപ്പ് പറയേണ്ടതാണ്, അത് തിരുത്തേണ്ടതാണ്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. എയിംസും ESI ഹോസ്പിറ്റലും രണ്ടാണ്. അപ്പൊ എയിംസിന്റെ കാര്യത്തിൽ എന്താണ് നിലപാടെന്നുള്ളതാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ എത്ര എയിംസ് ഉണ്ട്? 26 തോന്നുന്നു, അല്ലേ? 26 എയിംസ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ കേരളത്തിന്റെ അവകാശമാണ് എയിംസ്. അത് ദീർഘകാലമായിട്ടുള്ള അവകാശം. ആ എയിംസ് വരും എന്ന് വെല്ലുവിളിച്ച് പറഞ്ഞതാണ് കേന്ദ്രമന്ത്രി. ആ വെല്ലുവിളിയുടെ ഭാഷയൊന്നും ഇപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പൊ എയിംസ് ഇല്ല. അപ്പൊ മലയാളികൾ മൊത്തം എയിംസ് കേരളത്തിന് അനുവദിക്കാത്തതിൽ രോഷാകുലരായി നിൽക്കുന്ന സമയത്താണ് കൊല്ലം MP BJPയെ സഹായിക്കാൻ ഒരു ആരോപണം മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതാണ് ഇപ്പോൾ BJP ഏറ്റുപിടിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ജാഥ ക്യാപ്റ്റൻ അതിന്റെ കാര്യം ഇവിടെ വിശദീകരിച്ചു. അതിന്റെ നാൾ വഴി നോക്കിയാൽ കാണുന്ന ഒരു കൗതുകം, കഴിഞ്ഞ കൊല്ലം ജൂൺ 27-നാണ് സിംലയിൽ വെച്ച് ESI ബോർഡ്, ഡയറക്ടർ ബോർഡ് ചേർന്ന് 10 മെഡിക്കൽ കോളേജുകൾ തുടങ്ങാൻ തത്വത്തിൽ തീരുമാനിക്കുന്നു. കഴിഞ്ഞ കൊല്ലം ജൂൺ 27-നാണ്. 6 മാസം നിശബ്ദത പാലിച്ച ശേഷമാണ് ഈ കഴിഞ്ഞ മാസം 5-ാം തീയതിയാണ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിന് സർക്കാരിന് അപേക്ഷ കൊടുക്കുന്ന കത്ത് കൊടുക്കുന്നത്. ഉടൻ സർക്കാർ ഒരു മെഡിക്കൽ ടീമിനെ, വിദഗ്ധന്മാരുടെ സംഘത്തെ രൂപീകരിച്ച് 14-ാം ദിവസം ആശുപത്രി സന്ദർശിച്ച് പരിശോധന നടത്തി. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നിബന്ധനകൾ, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചു. മെഡിക്കൽ കോളേജ് വേണമെങ്കിൽ 300 കിടക്കുള്ള ആശുപത്രി വേണം. ആശ്രാമത്തെ ആശുപത്രി 300 കിടക്കുന്നുണ്ടോ? കൊല്ലം MPക്ക് അറിയില്ല ആ കാര്യം. 3 ദിവസം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് കൊടുത്തു, ഈ സൗകര്യങ്ങളില്ല, ഇത് പരിഹരിച്ച എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കും, പരിഹരിക്കാം എന്ന് ആശുപത്രി സൂപ്രണ്ട് കത്ത് കൊടുത്തു. അപ്പോൾ എന്തൊക്കെയാണ് പരിഹരിക്കേണ്ടത് അത് സംബന്ധിച്ച് അക്കമിട്ട് ഓരോന്നായി എഴുതി ഇന്ന കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് കൈക്കൊള്ളുന്ന നടപടികൾ ചോദിച്ചുകൊണ്ട് കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തത് 28-ാം തീയതിയാണ്. ജനുവരി 28-ാം തീയതിയാണ്. ഈ നടപടിയെല്ലാം കഴിഞ്ഞു. സംഘം രൂപീകരിച്ചു, പരിശോധന നടത്തി, സൗകര്യങ്ങളില്ല എന്ന് കണ്ടെത്തി, അത് അറിയിച്ചു. അപ്പൊ ഞങ്ങളത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് പരിഹരിക്കേണ്ടത് എന്തൊക്കെ എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു. അത് എന്താണ് പദ്ധതി, അതിന് ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. അത് പരിഹരിച്ചാൽ അപ്പൊ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കും. പരിഹരിക്കാതെ നിയമവിരുദ്ധമായിട്ട് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല. അങ്ങനെ വന്നാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇത് നിർത്തിവെക്കും, അഡ്മിഷൻ നിർത്തിവെക്കും. അപ്പൊ നിലവിൽ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ തലയിൽ വരും. ആ അനുഭവം കൊല്ലത്ത് മുമ്പുണ്ട്, പാരിപ്പള്ളിയിലുണ്ട്. അപ്പോ MP എന്ന നിലയിൽ അവിടെ ഇടപെട്ട് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് വല്ല അധികാരമുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഈ ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ESI കോർപ്പറേഷനെ നിർബന്ധിക്കുകയാണ് വേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാതെ കേരളത്തിന് അനുവദിക്കാതെ, എയിംസ് അനുവദിക്കാതെ കേരളത്തെ ദ്രോഹിച്ചതിന് എതിരെ മലയാളി രോഷമുയർന്നു വരുന്ന സമയത്ത് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി BJPയുടെ ഏജന്റായിട്ട് ഇങ്ങനെ ഒരു വിഷയം, അതും സംസ്ഥാന സർക്കാരിന് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാത്തൊരു കാര്യം. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ കള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടേ കൊടുക്കാൻ പറ്റൂ സർട്ടിഫിക്കറ്റ്. അതില്ലാത്തതുകൊണ്ടാണ് കൊടുക്കാത്തത്. അദ്ദേഹം വിശദീകരിക്കട്ടെ.